പുറത്ത് നോക്കിക്കേ, പുറത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ കേട്ടാ. ഇവിടെ വൈകിട്ട് സമയം 4 മണിയായിട്ടുണ്ട്. മഴ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നില്ല, എന്നാലും മഴ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാറി ചാറിയിട്ട് നിൽക്കില്ലേ, അതേപോലെ ഇങ്ങനെ നിൽക്കാണ്. ഇവിടെ മരത്തിനൊക്കെയും ഈ പുതിയ ഇലകൾ വരുന്ന സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയം ഇവിടെ മഴയുടെ സമയം കേട്ടാ. ഈ മഴയും കൂടി പെയ്യുമ്പോഴുണ്ടല്ലോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാട്ടാ. കാരണം ഈ പുതിയ ഇലകൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു, എല്ലാ മരത്തിനും പുതിയ ഇലകളാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്കൊക്കെ ആയിരുന്നാലും കുറച്ചും കൂടി നല്ലൊരു ഫ്രഷായിട്ടാണ് ഇല ഇരിക്കുന്നത്. പിന്നെ മഴവെള്ളം കൂടി വന്ന് വീഴുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇലയുടെ കളറൊക്കെ ഇപ്പോഴും പുതിയ ഇല വരുമ്പോൾ ഒരു തത്തമ്മ പച്ച കളർ ഉണ്ടാവില്ലേ, ആ കളറായിട്ടാ ഇലകൾക്കൊക്കെ ഇപ്പോൾ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇലയൊക്കെ ഒന്നും കൂടി നല്ല പാകമായിട്ട് നല്ല കരിം പച്ചയായിട്ട് വരുള്ളൂ. ഭയങ്കര രസമാണ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്പം മഴ കുറച്ച് മുറുകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ നേരത്തേക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്യാമറയിൽ നിങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, വെള്ളം വീഴുന്നുണ്ടല്ലേ. നാട്ടിലായിരുന്നാലും ഞാൻ ആദ്യം മഴയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമില്ലായിരുന്നു. നാട്ടിൽ ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നാട്ടിലായിരുന്നാലും ഇപ്പോൾ നാട്ടിൽ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ. ചൂട് ഇപ്പോൾ ആദ്യത്തേനേക്കാളൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ മേപ്പിൾ ട്രീയുടെ ഒരു രക്ഷയിൽ കേട്ടോ, നല്ല ഒരു തരം എന്താ പറയുക, ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡാർക്ക് ഒരു മെറൂൺ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഭംഗിയായിട്ട് അതിൻ്റെ ഇലയുടെ കളർ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വേറൊരു മരം ഞങ്ങൾക്ക് അവിടെ വേറെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇലയുടെ കളർ കണ്ടില്ലേ, ആ ഇലയുടെ കളറായിരുന്നാലും നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ് നമ്മുടെ മേപ്പിൾ ട്രീ. മറ്റേതിൻ്റെ ഇലയുടെ കളറ് കുറച്ചും കൂടി നല്ല ഡാർക്കാണ്. അത് ശരിക്കും നന്നായിട്ട് ഇലയ്ക്ക് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇലയുടെ കളറ് ശരിക്കും ഒരു കറുത്തൊരു കളറിൻ്റെ ഒരു ആഷ് കളറായിട്ട് വരും ഈ മരത്തിൻ്റെ. പിന്നെ നമ്മുടെ കിളിക്കൂട്ടിലെ അവിടെ കിളികൾക്ക് നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കിളികളൊക്കെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കാണാൻ കിളികളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ചില സമയത്തൊക്കെ കുറേ പേരെ കൂട്ടത്തെ പാടി കൂടിയിട്ട് വന്നതാണ്. ഇപ്പോൾ അവിടെ അതിൻ്റെ അറ്റത്തെ അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ട്. അതിലുള്ള കിളീനൊന്നും കാണുന്നില്ല. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വേഗം ഫുഡ് എടുത്തിട്ട് വേഗം പോകും. മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ കോഴീനെയും താറാവിനെയും ഒന്നും നമ്മൾ അയച്ചിട്ടില്ല. ഇത് ചിലപ്പോൾ നമ്മൾ അയച്ചിട്ടില്ലായിരിക്കും. കിളികൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതിനാണല്ലോ. കിളിയുടെ കൂടിയിരിക്കുന്ന ആ മരം ഉണ്ടല്ലോ, ആ മരം ഞാൻ പറഞ്ഞില്ല, ആ മരം നാശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിന് എല്ലാത്തിനും ഇലകൾ വന്നിട്ടില്ല, കണ്ടില്ല. ഇനി അടുത്ത വർഷത്തേക്ക് അത് വരുമെന്നറിയില്ല. അങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ ഇലകൾ ചില കൊമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇനിയിപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടാവും പറഞ്ഞത്. വേറൊരു കിളി അവിടെ മരത്തുമ്പോൾ നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ട്, അത് വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പുറത്തായിരുന്നാലും കിളികൾ കിടന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കിളികൾക്കൊക്കെ ആയിരുന്നാലും എനിക്ക് ഈ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. അതൊരു ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകും. ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ, പ്രത്യേക ഒരു ഭംഗിയാണ്. അത് പ്രത്യേകിച്ച് ഞാനിവിടെ ഈ മുകളിൽ ബാൽക്കണിയിൽ നിന്നിട്ട് പിടിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും നന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നല്ലൊരു ഭംഗിയത്. ഞങ്ങൾ ആദ്യം ന്യൂ ജേഴ്സിയിലാണല്ലോ താമസിച്ചിരുന്നത്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഇത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയ്ക്ക് ഭംഗിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്.
ഉറക്കം വന്ന് നിൽക്കണുണ്ടല്ലോ. ഞാനവിടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം നമ്മുടെ ആസ്പിൻകുട്ടൻ്റെ അവിടെ വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയും പാല് പറഞ്ഞ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അവിടെ കോഴിനെയും താറാവിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. മഴയത്താണെങ്കിൽ മഴയത്ത് വിടും കൊച്ചിനോ. ഓക്കെ, കണ്ട മഴ പെയ്യണുണ്ടാ? കണ്ട മഴ പെയ്യുന്നത്? കണ്ട കൊച്ചു മഴ പെയ്യണത്? അവിടെ നിന്നോ, ഞാൻ പോയിട്ട് നമ്മുടെ താറാവിനെയും കോഴിനെയൊക്കെ നോക്കിയിട്ട് വരാം. ചിലപ്പോൾ പോവില്ലായിരിക്കും, അവനോട് പുറത്തിരിക്കുള്ളായിരുന്നു. ഇവിടെ പോസൻ്റെ ജാക്കറ്റ് എടുക്കണ്ട. പോസൻ്റെ വൈകിട്ട് ഇപ്പോൾ പണിയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ അല്ലെങ്കിൽ വല്ല പ്രാണിയൊക്കെ ഈ സമയത്ത് ഇവിടെ കൊതുകുണ്ട്. ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇത്രയ്ക്ക് അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കൊതുകായിരിക്കും. അത് എന്നെ കുത്താറില്ല, പക്ഷേ പോൾസേട്ടനെ കുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാക്കറ്റ് ഇട്ടിട്ട് പോൾസേട്ടൻ പുറത്ത് പണിക്ക് പോവാം. നമ്മുടെ ആസ്പിൻകുട്ടൻ എന്തേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ചൂട് നല്ല ചൂട് വരുമ്പോൾ ഇടില്ല. മഴ നന്നായിട്ട് മുറുകിയിട്ടുണ്ട് കേട്ടോ. ആസ്പിൻ പുറത്തേക്ക് പോകണില്ല കേട്ടോ. അവന് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ മഴയത്ത് പോയിട്ട് അവന് എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ പോയിരിക്കും. അവന് ഒരു ഈ ചില സമയത്ത് ഇച്ചിരി ലൂസ് ഉണ്ട് അവന്. അതേപോലെ കാറിൻ്റെ അടിയിലേക്ക് പോയിരിക്കും മഴയത്ത്. അവനകത്ത് ഇരുന്നിട്ട് ബോറടിച്ച് തുടങ്ങി. പക്ഷെ ഇതിപ്പോൾ മഴ ഭയങ്കരമായിട്ട് മുറുകിട്ടോ. ഞാൻ നേരത്തെ വീഡിയോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കിളി അങ്ങോട്ട് പറഞ്ഞുപോയി. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇത്രയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി പറ്റുമെന്ന് തോന്നണില്ല. അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴയുണ്ട്, ഒരു ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പല്ല, എന്നാലും അത്യാവശ്യം ഒരു നല്ലൊരു തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആസ്പിൻകുട്ടൻ ഇവിടെ ഇരിക്കട്ടെ. കൊച്ചോടി ഇരിക്കട്ടെ. ആസ്പിൻ അവിടെ ഇരുന്നോ? കൊച്ചിന് പഞ്ഞിക്ക് ഇരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും എന്തൊക്കെയാ തോന്നാന്ന് അറിയില്ല. മഴയത്ത് പോരുന്നിട്ടാ. പക്ഷെ നല്ല കൊച്ചായിട്ട് അവിടെ ഇരിപ്പായി. മഴ കാണാൻ എന്ത് രസമല്ലേ ആസ്പിന് തീരെ ഇഷ്ടമായിട്ടില്ലേ മഴ പെയ്യുന്നതൊക്കെ. ചുവന്ന കിളിയുടെ കുഞ്ഞായിട്ട് അവിടെ ഇരിക്കുന്നത്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പെൺകിളിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയില്ലാത്തത്. എൻ്റെ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മഴ ഇന്ന് ഫുള്ള് ഇങ്ങനെ ചാറി നിൽക്കുള്ളൂ. ഞാനവിടെ കുറേ ഇത് നട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇനി വലുതാകുമ്പോൾ കാണിക്കാം. സൺഫ്ലവർ അത് വീടിൻ്റെ കുറേ സ്ഥലത്ത് കുറേ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിളികളുടെ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കട്ടെ. ഞാൻ ഇന്നലെ ഫുഡൊക്കെ നിറച്ച് കൊടുത്തതാണ്. നിറച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും തീർത്തു. ഇനി അവർക്ക് തീറ്റ നിറച്ച് കൊടുക്കുന്നു. കുറേ കിളികൾ വന്നിരിക്കുന്നുണ്ട് നിറക്കാനായിട്ട്. മഴ പെയ്യുമ്പോൾ ഇവർക്ക് വിശപ്പ് കൂടുതലാന്ന് തോന്നുന്നു.
ദൈവമേ ചെറുക്കനെ ഇറങ്ങിയില്ലോ മഴയത്ത്. ആ കിളീനെ കണ്ടിട്ട് ഇറങ്ങിയേക്കണ്ട കാണുന്നേ. എൻ്റെ മോനെ കയറിപ്പോയേ. നമ്മുടെ ആസ്പിയും കൊണ്ട് എന്താ അവിടെ പിണങ്ങിയിരിക്കട്ടാ. കാരണം കൊച്ചു നേരത്തെ കുറേ നേരം വന്നിട്ട് കിടന്ന് കരഞ്ഞു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മുടെ ആസ്പിൻ, പക്ഷേ ആസ്പിൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? രാവിലെ കൊച്ച് മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊച്ച് അത് കഴിഞ്ഞിട്ട് പോകാറുണ്ട്. പക്ഷെ പോകാൻ പറ്റാത്തതിനും ഇവിടെ കൊച്ച് അതേ എഴുന്നേക്കണം. എനിക്കറിയായിരുന്നു ഞാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കനെ എപ്പോൾ ഈ കിടക്കണമെങ്കിലും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എഴുന്നേക്കും. ഇത് നമ്മുടെ നീന ചേച്ചിയുടെ റൂമാണ്. അത് അവൻ കിടക്കണത് അവനിവിടെ കിടക്കുള്ളൂ കേട്ടോ. അവനവിടെ ബെഡ്മേന്നും കയറിയൊന്നും കിടക്കുന്നില്ല. അവന് നമ്മൾ കർട്ടനൊക്കെ നീക്കി വെച്ച് കിടത്തുണ്ടായിരുന്നു പുറത്ത് കാഴ്ചയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് അവൻ ഈ ജനലയുടെ ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ, എന്നാലും അവനവിടെ കയറി ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഇരിക്കലാണ്. ഞാൻ താറാവിനെയൊക്കെ കയറ്റിയിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ചെറുക്കനെ എപ്പോഴും ജനലിൻ്റെ ഈ തിണ്ടുമ്പോൾ അവിടെ ഇരിക്കും. ഹസ്ബൻഡ് എങ്ങനെ പോണേ? ഞാൻ അതിൻ്റെ അടിച്ച് തന്നിട്ട് കരച്ചിൽ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആ പോണത്. കുറച്ചുകൊണ്ട് നേരം പോയി കിടന്ന് ഉറങ്ങുക വെച്ച് പോ. നടക്കാണ്ട് ഞാൻ ഇറങ്ങട്ടെ. നടക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് നമുക്ക് ബിരിയാണിയിലേക്കുള്ള ബീഫ് നമുക്ക് കറിയാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ അതാ ഇത്രയ്ക്ക് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ഇത് എല്ലൊക്കെ കൂടിയിട്ടുള്ള ബീഫ് കേട്ടോ. സാധാരണ ഇവിടെ കിട്ടുന്ന മീറ്റിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എല്ലോട് കൂടിയിട്ടുള്ള മീറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി നല്ല, അപ്പോൾ ശരിക്കും നമ്മുടെ എല്ലോട് കൂടിയുള്ള മീറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ അത് നോക്കി നന്നായിട്ട് എല്ലുണ്ട്. ഇനി മീറ്റ് മാത്രമാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. പിന്നെ ഇഞ്ചി എന്നാലും ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു ഈ വേണ്ടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി എപ്പോഴും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഉണങ്ങിയ ഇഞ്ചിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ഒരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിനകത്ത് ആ വെള്ളമൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് വലിഞ്ഞിട്ടേ നല്ല മണം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർക്കാം. അടുത്തത് വേണ്ടത് നമുക്ക് കുരുമുളക് കേട്ടോ. അപ്പോൾ കുരുമുളക് ഞാനിവിടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോൾ ആ കുരുമുളകിന് നല്ലൊരു മണം ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഇങ്ങനെ കല്ലിൽ വെച്ചിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ച് എടുക്കാനും പറ്റും. എന്താ ഐസ്ക്രീം കൂട്ടാ? മഴയല്ലേ കൂട്ടാ പുറത്ത്? വേണ്ട പോണ്ട. അപ്പോൾ നമ്മുടെ ആസ്പിൻ കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആസ്പിൻ ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് കാണുന്നില്ലേ മഴ പെയ്യുന്നത്? പറഞ്ഞു കഴിക്കാൻ പറ്റില്ല കൂട്ടാ. ഈ ജനലേ കൂടെ നോക്കിയിരിക്കും. വാ നമുക്ക് ജനലേ കൂടെ നോക്കാം. വാ ആ ട്രൈപ്പോർട്ടിനൊന്നും പിടിച്ച് ഉമ്മ വയ്ക്കണ്ട. വാ അതിന് ഉമ്മ വെച്ചിട്ട് എന്താ കാര്യം? ഈ അടുക്കളയിൽ എൻ്റെ അടുത്ത് ചുറ്റി പറ്റി നിൽക്ക് ചേർക്കൻ. നമുക്ക് നോക്കിയിട്ട് വരാം മഴയുണ്ടോന്ന് നോക്കാം. വാ ഞാൻ നോക്കിക്കേ എന്തൊരു മഴയെന്ന് നോക്കിക്കേ കൊച്ചി. കൊച്ചിനെ കാണിച്ചാലോ. മഴ ഉണ്ടോ പുറത്ത്? പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാൻ. ആസ്പിൻ കുട്ടിന് പുറത്തേക്ക് പോകണം. ചെറുക്കന് മഴയുടെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. നേരത്തത് ഞാൻ നിങ്ങളതിനെ ഒരു തക്കാളി കാണിക്കാം. ഇത് ഭയങ്കര വലിയ തക്കാളി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് വലിപ്പമായിട്ട് തോന്നില്ല. കാരണം ഞാൻ ഇതിന് മുമ്പേ ഒരു കായ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു കായ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത്
ഈ മൊന്തങ്ങായ എന്ന് പറഞ്ഞിട്ട് ഒരു കായുണ്ട്. ആ കായം തന്നെ നിങ്ങൾ മിക്കവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കായല്ല, ആ കായ എനിക്കറിയാം. ആ കായ നമുക്കിവിടെ ഇന്ത്യൻ കടയിലൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്, നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ആ കായ ആ ആ മൊന്തങ്ങായ ആയിരുന്നില്ല. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആ കായ ഉണ്ടല്ലോ, ബജിക്ക് ഉണ്ടാകാൻ എടുക്കുന്ന കായ, ആ കായ ആയിരുന്നില്ല. അത് വേറൊരു ടൈപ്പ്, മെക്സിക്കോന്ന് വരുന്ന വലിയ ടൈപ്പ്. അത് ഭയങ്കര വലുതായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ അത്രയ്ക്ക് വലുതായിട്ട് തോന്നണില്ല എന്ന് തോന്നും. ഈ തക്കാളി ആയിരുന്നാലും ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല എത്രയുണ്ടെന്നുള്ളത്. നമുക്ക് നോക്കിയോ എൻ്റെ അടുത്ത് വെയിറ്റ് നോക്കണം, സ്കെയിലുണ്ട്, വെക്കിട്ടേട്ടാ. ആ 560 ഉണ്ട് കേട്ടോ. അത് 560, 1/2 കിലോയിൽ കൂടുതലുണ്ട് ഇത് നമ്മുടെ ഈ തക്കാളി. അപ്പം എൻ്റെ വലിപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ അടുത്തത് ഇത് നമ്മുടെ സാധാരണ ചെറിയ തക്കാളി ഇട്ടാ. ഇത് എത്രയുണ്ട് നോക്കട്ടെ. ഇത് 125 ഗ്രാം ഉണ്ട് ഇത്. പക്ഷെ ഇത് നമ്മുടെ 1/2 കിലോയിൽ കൂടുതലുണ്ട് ഈ തക്കാളി. അപ്പോൾ ഈ തക്കാളിയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്യാമറ ഇതാ നോക്കിക്കേ, ഇത്രയ്ക്ക് വലിപ്പമുണ്ട് ഈ തക്കാളിക്ക്. ഭയങ്കര വലിയ തക്കാളിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ തക്കാളി, 1/2 കിലോ ഉള്ള തക്കാളി. 1/2 കിലോയിൽ കൂടുതലുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു തക്കാളി. ഇത് 125 ഗ്രാമുള്ള തക്കാളി. ഇത് 550 ഗ്രാമുള്ള തക്കാളി. നമ്മുടെ ബീഫ് കറിയിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇട്ടു. ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണിക്കാൻ നിങ്ങളെ. ഇതാ ഉള്ളിൽ എന്നാലും നമ്മുടെ സാധാരണ തക്കാളിയുടെ പോലെ തന്നെ. ഇനി അടുത്തത് നമുക്ക് ബിരിയാണിയിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ വേണം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള പൈനാപ്പിൾ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ പൊളിച്ചിട്ട് വരേക്കും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർക്കാണ്. ഇഞ്ചി ഞാൻ പിന്നെ ബീഫ് ചേർത്തപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ സബോള. അപ്പോൾ ഈ നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ട് എന്തായെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വളർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കണില്ല. നമ്മൾ വേവിച്ചപ്പോൾ ഓൾറെഡി കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മല്ലിപ്പൊടിയും ചേർക്കണില്ല. ഇത് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടിയിട്ട് ചേർക്കണം. അടുത്തതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കട്ടെ. ഇതിന് അധികം പുളിയില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് ചേർക്കുന്നത്. ഇനി അടുത്തത് ചേർക്കുന്നത് ഗരം മസാല കേട്ടോ. ഫസ്റ്റ് കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് ആകുമ്പോൾ ഇച്ചിരി ഗരം മസാല കൂടുതൽ ചേർക്കാം. ഇനി ഇത് എത്ര സമയം നിങ്ങൾ കൂടുതൽ നേരം എടുത്തിട്ട് കറി റെഡിയാക്കിയിട്ട് എടുക്കണോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ കറി. ഇനി അത് കുറച്ച് തണുച്ച വെള്ളം കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആസ്പിമൂട്ടൻ ഇവിടെ കിടന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ അത് വിൻഡോയുടെ അടുത്ത് പോയി ഇരിക്കണുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് അവനെ തുറന്നു വിടാത്തത്. കുറേ നേരം ഇവിടെ കിടന്നിട്ട് കരഞ്ഞു ആള്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഷായ് ജീര ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് നല്ല പൊടിയായിട്ട് എടുത്താണ് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ജീര നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സവോള നോക്കിക്കേ. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്.
ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും ചേർക്കണുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് അത്യാവശ്യം ഒരു വലിയ കഷ്ണം കറുകപ്പട്ട ചേർക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ ഇതിട്ടപ്പോൾ ക്യാരറ്റ് ഇട്ടപ്പോൾ ഇടേണ്ടതായിരുന്നു, ഞാൻ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. സാറില്ല, എനിക്ക് നമുക്ക് ഇടാം. പിന്നെ കുറച്ച് കറുകപ്പട്ട, പിന്നെ ബേ ലീഫ്, പിന്നെ ഏലക്കായ, നമ്മുടെ സ്പൈസസ് എല്ലാവരും കുറേശ്ശെ ഇടും. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. റൈസ് ചേർക്കട്ടെ. ഈ റൈസിൽ ഇപ്പോൾ നമ്മൾ അരി ചേർത്ത് കഴിയുമ്പോൾ വെള്ളം ചെറുതായിട്ട് ഒന്നും കൂടി അതിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഏത് അടുപ്പാണ് ഏറ്റവും ചെറിയ അടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ തുറക്കരുതിട്ടാ. പിന്നെ ഒരു 20 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ മൂടി വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ റൈസ് നമുക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റൈസ് എന്തായിരുന്നോട്ടെ. നമ്മുടെ റൈസ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും റൈസ് വെന്ത് കഴിയുമ്പോഴേ മുകളിലെ റൈസ് ചിലപ്പോൾ മുകളിലേക്ക് ചിലപ്പോൾ അത്രയ്ക്ക് കണ്ട് വെന്തുണ്ടാവില്ല. ആദ്യത്തെ ഒരു കുറച്ച് മുകളിൽ മാത്രം കിടക്കത്തുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ചൂടിലിരുന്നിട്ട് റൈസ് റെഡി ആയിക്കോളൂ. അതിപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട് നന്നായിട്ട് റൈസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ബീഫ് കറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വെറുതെ വറുത്തിട്ട് അരയ്ക്കണമൊന്നുമില്ല, വറുത്തിട്ട് കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഞാനിവിടെ ഇപ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചേക്കായിരുന്നു. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട്. കാരണം എത്ര സമയം കൂടുതലെടുത്തിട്ട് എന്ത് മീറ്റായിരുന്നാലും വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ബീഫ് കറി എന്തായിരുന്നോട്ടെ, ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇരുന്നിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചപ്പോൾ ഇങ്ങനത്തെ കളറായിരുന്നില്ലല്ലോ. ഇത് കുറച്ചും കൂടി ഡാർക്കാട്ടോ. ഇതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ചും കൂടി തെളിഞ്ഞ കളറായിട്ടാണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യട്ടെ. അടുത്തത് നമ്മുടെ ബിരിയാണിയിലേക്ക് നമുക്ക് കുറച്ച് സവാള ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണമല്ലോ, കുറച്ച് സവാള വറുത്തെടുക്കാൻ. നമ്മുടെ സവാള വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി മൂപ്പിച്ച്, നെയ്യിലാണ് ഉള്ളി മൂപ്പിക്കണേ, അതും കൂടിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നെയ്യായിട്ടിട്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യ് മൂപ്പിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസായിരുന്നാലും നോക്കിക്കേ നല്ല കറക്റ്റ് ഭാഗത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാനിതിലേക്ക് നമ്മൾ നെയ്യ് മൂപ്പിച്ച് വെച്ചിട്ടില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ മുകളിൽ. ഇനി അടുത്തത് ഞാനിതിലേക്ക് കുറച്ച് കേവര വാട്ടറും പിന്നെ റോസ് വാട്ടറും ചേർക്കണുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ബീഫ് മസാല കേട്ടോ.
അപ്പോൾ ഈ ഇത് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ സെയിം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ഒരു സമയത്ത് മുകളിൽ നിന്ന് ചൂട് വരുത്തരുത് കേട്ടോ. ബേക്ക് ചെയ്യുമ്പോൾ ശരിക്കും അടിയിൽ നിന്ന് ചൂട് വരുള്ളൂ. സാധാരണ ഓവനിലേക്ക് മുകളിൽ നിന്ന് ചൂട് വരണമെങ്കിൽ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇതൊക്കെ കരിഞ്ഞു പോകട്ടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഞാൻ ഓവനിൽ വെച്ചിട്ട് ദം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടുണ്ട്. അത് ഓവനിൽ വെച്ചിട്ട് ദം ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിന് കറക്റ്റ് ഒരു സമയമില്ല. നമ്മളിന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ടാണ്. അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. നല്ല ആവി വരുന്നു കൈവയ്ക്ക്. നല്ല മണമുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വിട്ടാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈത്തയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടിയിട്ട് ചേർക്കും. എനിക്ക് ഈ ബിരിയാണിയുടെ കൂടെ മുട്ട പുഴുങ്ങിയതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റൈത്തയും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് നാരങ്ങാച്ചാറ് ഇരിക്കുന്നുണ്ട്, അതും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് പറയണ്ടല്ലോ. പിന്നെ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയത്തിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൂടി വയ്ക്കട്ടെ. നമ്മുടെ അണ്ണാൻ വന്നിരിക്കുന്ന നോക്കിക്കേ, കിളിക്കൂടിൻ്റെ അടുത്ത് അവനും ഏതാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. സൺഫ്ലവർ സീഡായിരുന്നിട്ട് കടിച്ച് കഴിക്കണേ.
അങ്ങനെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ചീരയ്ക്ക് മുളച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ ചീരേനൊക്കെ ഇവിടെ വേറെ രണ്ട് തോട്ടം കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചീര നടാൻ വിചാരിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനകത്ത് തക്കാളിയും നട്ടിട്ട് നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചീര പക്ഷേ ഇവിടെ നട്ടിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചീരേനൊക്കെ ഒന്ന് തോട്ടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി ഇവിടെ എല്ലാവരും പച്ചയൊക്കെ നട്ട് ഒന്ന് ക്ലീനാക്കാൻ വിചാരിച്ചു.